മക്കൾ പ്രയോഗത്തിലൂടെ തടി തപ്പാൻ ശ്രമം. പാചക പരാമർശത്തിലെ സ്ത്രീവിരുദ്ധതയിൽ മുഖ്യമന്ത്രിയുടെ മലക്കമറിച്ചിൽ. അക്ഷരക്കളികളും മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനവും. ചങ്ങനാശ്ശേരി പമ്പ സാഹിത്യോത്സവ വേദിയിൽ അമ്മമാരുടെ പാചക അറിവുകൾ പകർന്നു നൽകുന്നതിനെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ വാഗ്മയ അഭ്യാസങ്ങളിലൂടെ തടി തപ്പാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. താൻ പെൺമക്കൾ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ലെന്നും മക്കൾക്ക് പകർന്നു നൽകണം എന്നാണ് പറഞ്ഞതെന്നും അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണുള്ളതെന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാൽ ഈ അക്ഷരക്കളിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പരമ്പരാഗത ലിംഗവിവേചനപരമായ കാഴ്ചപ്പാടുകളുടെയും അതിനെ ന്യായീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മേൽ കുതിര കയറുന്ന ഭരണാധികാരിയുടെ ശൈലിയെയുമാണ് സാമൂഹിക രംഗം ഇപ്പോൾ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്നത്. ചടങ്ങിൽ സംസാരിക്കവേ അമ്മമാർ അവരുടെ പ്രത്യേക വിഭവങ്ങളുടെ കൂട്ടുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നില്ലെന്നും അത് സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ആൾക്കെങ്കിലുമോ പഠിപ്പിച്ചു നൽകണമെന്നുമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. മക്കൾ എന്ന പൊതുവായ വാക്ക് ഉപയോഗിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും മകന്റെ ഭാര്യയ്ക്ക് പാചകം കൈമാറണം എന്ന പ്രയോഗം തന്നെയാണ് വിമർശനത്തിന്റെ കാതൽ. കുടുംബത്തിലെ പാചകവും അടുക്കള ജോലിയും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന പുരുഷാധിപത്യപരമായ പൊതുബോധത്തെയാണ് ഈ പരാമർശം അടിവരയിടുന്നത്. ഒരു ആൺകുട്ടിയുടെ ഭാര്യയായി വീട്ടിലേക്ക് കടന്നു വരുന്ന സ്ത്രീ അടുക്കള ജോലി ചെയ്യാനുള്ളവളാണ് എന്ന കാലഹരണപ്പെട്ട ചിന്താഗതിയാണ് ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. മകൻ പാചകം പഠിക്കണമെന്നോ അല്ലെങ്കിൽ മരുമകന് ഈ അറിവുകൾ പകർന്നു നൽകണമെന്നോ മുഖ്യമന്ത്രി ഓർക്കാതിരുന്നത് യാദൃശ്ചികമല്ല, മറിച്ച് അബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ലിംഗവിവേചനത്തിന്റെ പ്രതിഫലനമാണ്. തന്റെ പ്രസംഗത്തിലെ വരികൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് നോക്കി സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വിവാദമാക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തുന്നു. എന്നാൽ ഇവിടെ ഉയരുന്നത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല, മറിച്ച് സമൂഹത്തിൽ സമത്വത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഭരണാധികാരിയുടെ ചിന്താഗതിയിലെ പിഴവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. പാഠപുസ്തകങ്ങളിൽ പോലും അടുക്കളപ്പണികളും വീട്ടുജോലികളും ആൺ പെൺ വ്യത്യാസമില്ലാതെ പങ്കുവെക്കേണ്ടതാണെന്ന സന്ദേശം ഉൾപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം ചിന്തകൾ പ്രകടിപ്പിക്കുന്നത്. മക്കൾ എന്ന പൊതുവാക്ക് ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെട്ട് സ്വയം ന്യായീകരിക്കുമ്പോൾ മകന്റെ ഭാര്യ എന്ന പ്രയോഗം വഴി താൻ അടിവരയിട്ട് സ്ത്രീ വിരുദ്ധതയെ മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പറഞ്ഞ വാക്കുകളിൽ തെറ്റുപറ്റി എന്ന് അംഗീകരിക്കുന്നതിന് പകരം വാചകമടികൾ കൊണ്ടും വാദങ്ങൾ കൊണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. അടുക്കളയും പാചകവും സ്ത്രീയുടെ മാത്രം പാരമ്പര്യ സ്വത്താണ് എന്ന ബോധത്തെ തിരുത്തേണ്ടതിന് പകരം അതിനെ ന്യായീകരിക്കാൻ മക്കൾ എന്ന വാക്കിന്റെ മറ പിടിക്കുന്നത് ഭരണാധികാരിയുടെ കാഴ്ചപ്പാടിലെ ദാരിദ്ര്യത്തെയാണ് വ്യക്തമാക്കുന്നത്.